മലപ്പുറം കുനിയിൽ മുടിക്കപ്പാറയിലെ ക്വാറിയിൽ ആശുപത്രി മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. ജനവാസ മേഖലയിൽ വലിയ തോതിൽ മാലിന്യം തള്ളുന്നതോടെ നാട്ടുകാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംഭവത്തിൽ പരാതി കൊടുത്തിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച കീഴുപറമ്പ പഞ്ചായത്തിലേക്ക് പ്രദേശവാസികൾ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. 20 വർഷത്തോളമായി പ്രവർത്തനം നടത്തിയ ക്വാറിയിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ക്വാറിക്ക് സമീപം 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. മലിനജലം പുറത്തേക്കൊഴുകി സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്കും ജലാശയങ്ങളിലേക്കും ഒഴുകുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മളെ കോഴിക്കോട് കോർപ്പറേഷനിലെ മാലിന്യങ്ങൾ വരെ നമ്മളെ ബസ് സ്റ്റാൻഡ് കത്തിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ, പിന്നെ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് കവറുകൾ, പിന്നെ പാമ്പേഴ്സ്, പിന്നെ അറവ് മാലിന്യങ്ങൾ, രാവിലെയൊക്കെ ആയി കഴിഞ്ഞാൽ കാക്കകളൊക്കെ കൊത്തി വലിക്കുക, പിന്നെ നായ്ക്കളൊക്കെ വരിക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ പഞ്ചായത്തിലും അരീക്കോട് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അവർ വന്നിട്ട് ഇൻസ്പെക്ഷനൊക്കെ നടത്തി, ഹെൽത്തിലെ ആൾക്കാർ വന്ന്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ആക്ഷൻ ഇതുവരെ ഒരു ടീം വന്നിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അതായത് പഞ്ചായത്തിൽ നിന്ന് ആള് വന്നിട്ട് പഞ്ചായത്ത് ഒരു കൈയൊഴിഞ്ഞ രീതിയിലാണ്, സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണ്, എല്ലാവരും കൈയൊഴിഞ്ഞ രീതിയിലാണ് ഇതിൽ നമുക്ക്. പഞ്ചായത്ത്, പോലീസ് സ്റ്റേഷൻ, ഹരിത കേരളം കോർഡിനേറ്റർ, ഹരിതകർമ്മസേന മലപ്പുറം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മാലിന്യം തള്ളിയവരുടെയും വാഹനങ്ങളുടെയും വിവരങ്ങൾ നൽകിയിട്ടും അവർക്കെതിരെ ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കീഴുപറമ്പ പഞ്ചായത്തിലേക്ക് പ്രദേശവാസികൾ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. കോഴിക്കോട് ഒരു ടെക്സ്റ്റൈൽസ് കത്തിയതിന്റെ വേസ്റ്റ് പോലും ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ അശ്രദ്ധ മൂലം, നാട്ടുകാരുടെയും മറ്റു ജാഗ്രത കുറവ് മൂലം ഒടുവിൽ അത് ഈ ആശുപത്രി മാലിന്യങ്ങൾ കൊണ്ടു തള്ളാൻ വരെ അവർക്ക് ധൈര്യം വന്നു. പാലക്കാട് IMA പ്ലാന്റിലേക്ക് കൊണ്ടുപോകാൻ കരാറെടുത്ത ഒരു ടീം അവിടേക്ക് എത്തിക്കാൻ കാശ് വാങ്ങി ആശുപത്രിയിൽ നിന്ന് മാലിന്യം കൊണ്ടുപോകുന്ന ടീമുകൾ ഇവിടെ ചുളുവിൽ പോകുന്ന വഴിയിൽ തട്ടുന്ന ഗതികേടിലേക്ക് അവസ്ഥയിലേക്ക് നാടെത്തിയിരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പരിസ്ഥിതിയും ജലാശയങ്ങളും മലിനമാക്കുന്ന രീതിയിൽ മാലിന്യം തള്ളിയത് ലജ്ജാകരമാണെന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന മാലിന്യ കൂമ്പാരം ഉടനെ നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.